Hello guys, welcome back to Cuddle Cloud. And ഇപ്പത്തെ ഈ ഒരു വോയിസ് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി എത്ര എക്സൈറ്റഡ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെ ഗൈസ്, ഇന്നൊരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങാണ്. ഒരു ബ്രാൻഡിൽ നിന്നല്ല, രണ്ട് ബ്രാൻഡിൽ നിന്നാണ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഡൈക്കട്ട് സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് ആണ് അൺബോക്സ് ചെയ്യാൻ പോണത്. ആദ്യം തന്നെ ഞാൻ ഡൈക്കട്ട് സ്മാർട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കൊറിയയിലും ജപ്പാനിലും മാത്രം കണ്ടുവരുന്ന കുറേ സ്റ്റേഷനറി സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സാധനം വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ ഡൈക്കട്ട് സ്മാർട്ടിന്റെ ആ വെബ്സൈറ്റിലോട്ടൊന്ന് കയറി നോക്കിയാൽ മതി. നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം ആ വെബ്സൈറ്റിൽ എന്തായാലും ഉണ്ടാവും. ഇത്രയും കേട്ട് കഴിയുമ്പോൾ ഈ ഡൈക്കട്ട് സ്മാർട്ട് എന്നൊക്കെ പറയുന്നത് പുറമേയുള്ള വല്ല ബ്രാൻഡോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബ്രാൻഡോ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കുറച്ചുപേരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും. എന്നൊരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കേരളത്തിലുള്ള ആൾക്കാർ തന്നെ നടത്തുന്ന ബ്രാൻഡാണ് ഈ ഡൈക്കട്ട് സ്മാർട്ട്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ സ്വന്തം തൃശ്ശൂരുകാരി നെഹന നടത്തുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു ഡൈക്കട്ട് സ്മാർട്ട്. അല്ല, ഇതിപ്പോൾ ഇത്രയും വലിയ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഈ ഡൈക്കട്ട് സ്മാർട്ട് എന്താണെന്നുള്ളതൊക്കെ അറിയുന്നുണ്ടാവും. അവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ, നെഹനെ പറ്റി പറയാനാണെങ്കിൽ ഷീ ഈസ് വൺ ഓഫ് ദ സ്വീറ്റസ്റ്റ് പേഴ്സൺ ദാറ്റ് ഹാവ് മെറ്റ് ത്രൂ ഓൺലൈൻ. അപ്പോൾ അവരുടെ വെബ്സൈറ്റിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും കൊടുക്കാം. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ, ബ്രെഡ് കാറ്റിന്റെ ഒരു സൂപ്പർ പൗച്ചാണ്. രണ്ടാമത്തെ സാധനം സിനമോ റോളിന്റെ ഒരു കീ ചെയിൻ ആണ്. സിനമോ റോളിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇതൊരു ട്രോളി ബാഗ് ആണ്. ട്രോളി ബാഗ് എന്ന് വെറുതെ പേര് മാത്രമല്ലടാ, ഈ ഒരു കുട്ടി സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങും. ഇനി ഈ ട്രോളിയുടെ അകത്ത് എന്താണെന്നും കൂടെ കാണണ്ടേ. അകത്ത് കുറേ പേപ്പർ സോപ്പാണ് ഉള്ളത്. ആൻഡ് അവരുടെ വെബ്സൈറ്റിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ സാധനം 99 റുപ്പീസിന്റെ അണ്ടറിലൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ അത്രയും പ്രൈസ് റേഞ്ചിലൊക്കെയാണ് വരുന്നത്. പിന്നെന്താ, ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ടേബിൾ ലാമ്പ് ആയിരിക്കുന്നത്. സംഭവം ലാമ്പാണ്, പക്ഷെ ടേബിളിൽ വെക്കാനുള്ള ലാമ്പല്ല. ഈ രാത്രി സമയത്തൊക്കെ ബുക്ക് വായിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. താഴെ ഈ ഫ്ലവറിന്റെ പോർഷൻ വരുന്നത് ഒരു ക്ലിപ്പാണ്. അപ്പൊ ജസ്റ്റ് ബുക്കിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വായിക്കാം. ഇനി അടുത്തതായിട്ട് ഇത് രണ്ട് പേപ്പർ കട്ടറാണ്. മുകളിലെ ഫ്ലവർ പോലത്തെ പേപ്പർ കട്ടർ എൻ്റെ വീഡിയോയിൽ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ. താഴത്തെ ഒരു പപ്പിയുടെ പോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്. ഇനി അടുത്തതായിട്ട് ഇതൊരു സ്റ്റിക്കി നോട്ടാണ്. ഞാനിങ്ങനെ മൈൻഡിൽ ആലോചിക്കുമായിരുന്നു, പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ റെക്റ്റാങ്കിളിൽ കളറായിട്ടുള്ള സ്റ്റിക്കി നോട്ട് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്തൊക്കെ ഷേപ്പിലാണല്ലോ ഓരോ സ്റ്റിക്കി നോട്ട് വരുന്നത്. ഇത് കുറച്ച് സ്കെച്ച് എന്ന് പറയണോ മാർക്കർ എന്ന് പറയണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കളർഫുൾ ആയിട്ടുള്ള പെൻസാണ്. ആൻഡ് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല റിച്ച് ആയിട്ടുള്ള കളേഴ്സായിരുന്നു. ഇനി ഈ ഒരു സ്റ്റിക്കി നോട്ട് പലരും പലവിടെയും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണല്ലോ. സംഭവം പേപ്പറൊക്കെ ആണെങ്കിലും പുറമേ നിന്നൊരു ഔട്ടർ ലുക്ക് കാണുന്ന സമയത്ത് എനിക്കെന്തോ അതൊരു ജെല്ലി പോലെയാണ് ഫീൽ ചെയ്യാറുള്ളത്. എടാ, ഈ ഒരു സംഭവമില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരു നോട്ട്ബുക്ക് ആണെന്ന് വിചാരിച്ചത്. പക്ഷേ അല്ലടാ, ഇതൊരു മിററാണ്. നല്ല അടിപൊളി സ്ലീക്ക് ആയിട്ടുള്ളൊരു മിററാണ്. നമ്മൾ വല്ല സ്ഥലത്തൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്തൊക്കെ സുഖമായിട്ട് നമ്മുടെ ബാഗിൽ ഇട്ടുകൊണ്ട് പോവാം. പിന്നെ ഇതില്ലേ, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനൊരു സാധാ നോട്ട്ബുക്കാണ്, ഒരു കവായി തീമിലുള്ള നോട്ട്ബുക്കാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഒരു സ്റ്റിക്കർ ബുക്കാണ്. സ്റ്റിക്കർ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവായി ഗേൾസിൻ്റെ സ്റ്റിക്കർ ബുക്കാണ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഗൈസ്. മസ്റ്റായിട്ട് ഡൈക്കട്ട് സ്മാർട്ട് വിസിറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ജസ്റ്റ് ആ വെബ്സൈറ്റിലൊക്കെ കയറി എല്ലാ സാധനവും ഒന്ന് നോക്കുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോളൂ. കാരണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതിനൊക്കെ ഒടുക്കത്തെ വിലയായിരിക്കുന്ന പലരുടെ മനസ്സിലുണ്ടാവും. പക്ഷേ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനൊന്നും അത്രയ്ക്കും പ്രൈസ് ഒന്നും ഇല്ലാന്ന്. പിന്നെ ആ ബോക്സിൽ ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ കാപ്പിബാരയുടെ സ്റ്റിക്കറും കുറോമയുടെ സ്റ്റിക്കറും പിന്നെ ഇതേപോലത്തെ വാക്സിലും പിന്നെ ഈ ഒരു സാധനം കുറേ പണ്ടക്കുട്ടന്മാർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗായ്സ്. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ പെട്ടിയിലുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് അടുത്ത പെട്ടി പൊട്ടിക്കാം. ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളോട് എനിക്ക് ഭയങ്കര ഒബ്സെഷനാണെന്ന് ഞാൻ വെറുതെ പറയാറുള്ളതല്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് രണ്ടാമത്തെ പെട്ടി പൊട്ടിച്ച് ആ ഒരു കാൽക്കുലേറ്റർ ഫ്രണ്ടിൽ ഇരിക്കണം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കാറ്റ് പോയി. അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ വരാം. അതിനു മുമ്പ് ഈ ഒരു സാധനം കണ്ടോ, ഇതൊരു ഡെസ്ക് ഫാനാണ്. ഇതിനകത്ത് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാൻ വർക്കാവും. ആൻഡ് ഓൾസോ ഇതിൽ 2 സെറ്റിംഗ് ഉണ്ട്. അതായത് 2 ലെവലിൽ നമുക്ക് കാറ്റ് കറക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ ചാർജ് ചെയ്യാനായിട്ടുള്ള ചാർജിങ് കേബിളും കൂടെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കാൽക്കുലേറ്ററിലോട്ട് കിടക്കാം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിൻട്രസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എല്ലാവരുടെ ഡെസ്കിലും ഈ ഒരു കാൽക്കുലേറ്റർ ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഈ ഒരു കാൽക്കുലേറ്റർ ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാനിഫെസ്റ്റ് ചെയ്തൊരു സംഭവമായിരുന്നു ഇതുപോലത്തെ ഒരു കാൽക്കുലേറ്റർ ഏതെങ്കിലും ഒരു കാലത്ത് എനിക്ക് എവിടെന്നെങ്കിലൊക്കെ കിട്ടുമോ അല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കുമോ. നേനെടുത്ത് ഞാൻ ഇതേപോലത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. നേനയ്ക്ക് എന്നെപ്പറ്റി ഇതുപോലത്തെ കാര്യങ്ങൾ അറിയില്ല. പക്ഷെ എന്നാലും ഈ സാധനം നേനെ വെക്കണമെങ്കിൽ that is literally manifestation. ആൻഡ് അടുത്തതായിട്ട് നല്ല സൂപ്പർ ക്യൂട്ടായിട്ടുള്ള മിനി വെറ്റ് വൈപ്സ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ ടോട്ടൽ ഇതിനകത്ത് 64ഓളം ഷീറ്റ്സ് വരുന്നുണ്ട്. ഇതിനകത്ത് നല്ല കുട്ടി കവറിൽ വരുന്ന വെറ്റ് വൈപ്സ് ഒക്കെയാണ്. ഇതിൻ്റെ പ്രൈസ്
ആകെ ഒരു 99 റുപ്പീസാണ്. ഈ സാധനമൊക്കെ മിനിസോയിലാണ് നിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ 99 ഒക്കെ ആയിരിക്കും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, 299 അല്ലെങ്കിൽ 399. അടുത്തത് ഈ ഒരു സൂപ്പർ ക്യൂട്ട് മിനി സാധനമില്ലേ, ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇത് വന്നിട്ട് ഒരു മിനി പോക്കറ്റ് സ്പ്രേ ആണ്. സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പെർഫ്യൂം തന്നെ നിറയ്ക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സാനിറ്റൈസറോ അങ്ങനെ എന്ത് വേണേലും ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കളി കളിക്കാം. ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയോ? ഇതിൻ്റെ പ്രൈസ് ആകെ 79 റുപ്പീസേ ഉള്ളൂ. ലിറ്ററലി 79 റുപ്പീസ്. നിങ്ങൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും ആ വെബ്സൈറ്റിൽ കയറിയിട്ട് ഈ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചേ പറ്റുള്ളൂ, ബിക്കോസ് ഇറ്റ്സ് സോ ക്യൂട്ട്. അടുത്തതായിട്ട് ഒരു 4 പെന്നാണ്. ആൻഡ് പെന്നിൻ്റെ പ്രത്യേകത പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്യൂട്ടാണ്. അപ്പോൾ ഈ 4 ബ്ലൂ ഇങ്കിലാണ് വരുന്നത്. ഓരോ സാധനം കാണാൻ ഭയങ്കര രസമാണ്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു ബ്ലൂ കളർ പെന്നാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളർ പെന്ന് ഫുള്ളി ഗ്രിഡ് ലൈൻസ് വരുന്ന പോലത്തെ ഒരു പെന്നാണ്. കാണാൻ തന്നെ ഭയങ്കര ഈസ്തറ്റിക്കാണ്. പിന്നെ ഈ ഒരു ഐറ്റത്തിനെ പറ്റിയിട്ട് അധികം കാര്യങ്ങളൊന്നും പറയേണ്ടി വരില്ല. കാരണം നമ്മുടെ ചാനലിൽ നമ്മൾ 2 തവണ ഗിവ് അവേക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് മൊത്തം കവായ് ഗേൾസിൻ്റെ സ്റ്റിക്കർ സെറ്റാണ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ 2ാമത്തെ പെട്ടിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ 3ാമത്തെ പെട്ടി പൊട്ടിക്കാം. തുറന്നപ്പോൾ തന്നെ നല്ല ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള ഒരു ഫ്രോഗിൻ്റെ ടംബ്ലറാണ് കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ കളി കളിക്കാം. ഇതിന് എത്ര പ്രൈസ് എന്നറിയോ? 120 റുപ്പീസ് പോലും ഇല്ല ഗൈസ്. എനിക്കറിയാം ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ആ വെബ്സൈറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. പക്ഷേ കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ത്വര ഭയങ്കരമായിട്ട് കൂടും. കഴിഞ്ഞ ദിവസമല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ എത്ര കത്രയും എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും ഒട്ടും മതിയാവില്ല എന്ന് പറഞ്ഞിട്ട്. അത് കേട്ടിട്ടാണോ എന്നറിയില്ല. അതാ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ളൊരു കത്രയും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള കവായി നോട്ട്ബുക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇത്രയും ഫങ്ഷണാലിറ്റീസ് ഉണ്ട് എന്നുള്ളത് ഇത് തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ സ്കെയിലില്ലേ, ആ സ്കെയിൽ നമുക്ക് ഇതേപോലെ റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് തിരിച്ച് അതേപോലെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. പിന്നെ നമ്മുടെ നോട്ട്ബുക്കിനെ പറ്റി പറയാനാണെങ്കിൽ ഫ്രണ്ട് പേജസ് ഒക്കെ ഭയങ്കര കവായി ആണ്. കണ്ടില്ലേ, ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ ആ പേജസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ടു ഡു ലിസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലും മെമ്മോ പാഡ് പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ പേജസ് ആണ്. ഈ കളർഫുൾ ആയിട്ടുള്ള പേജസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് റൂൾഡ് ആയിട്ടുള്ള പേജസ് ആണ്. പക്ഷേ ഇവിടെ ഒന്നും അല്ലടാ രസം. ഏറ്റവും ലാസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പൗച്ച് കണ്ടു. പൗച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിപ്പ് ലോക്ക് പൗച്ചാണ്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ പെന്നും പെൻസിലും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഈ ഒരു ബുക്ക് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനകത്ത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അടുത്ത ഈ ഒരു ഐറ്റത്തിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറോമി ക്രേറ്റ് ആണ്. ക്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി ബാസ്ക്കറ്റ് സംഭവം. ഞാൻ ഇതേ സെയിം സാധനം മിനിസോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. മിനിസോയിൽ ഇതിന് എത്ര രൂപയായിരുന്നു എന്നറിയോ? 600 രൂപ. 600 രൂപ എന്ന് പറഞ്ഞാൽ 560 ഓർ 610 ആ ഒരു പ്രൈസ് റേഞ്ച് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഡൈക്കട്ട് സ്മാർട്ടിൻ്റെ വെബ്സൈറ്റിൽ ഇതിന് എത്ര രൂപയാണെന്നറിയോ? വെറും 229 രൂപ. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഒരു മിനിസോ ഒരു ബ്രാൻഡാണ്, ഓക്കെ ഫൈൻ. പക്ഷെ എന്നാലും എത്ര പ്രൈസ് ഡിഫറൻസ് ആണെന്നറിയോ വരുന്നത്? ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ഈ ഒരു കൊറിയൻ ബാഗാണ്. യൂഷ്വലി പറയാനാണെങ്കിൽ ഞാൻ ഈ ഒരു ടൈപ്പ് ഓഫ് ബാഗ് അധികം യൂസ് ചെയ്യാറില്ല. ഇതെൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ അല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ കളറും മൊത്തത്തിലുള്ളൊരു ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കൊറിയൻ ഡ്രാമയിൽ ചിലരുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? അതായത് ഡെനിമിൻ്റെ ജീൻസ് അല്ലെങ്കിൽ ഡെനിമിൻ്റെ സ്കേർട്ട് ഇട്ടിട്ട് ഒരു ടീഷർട്ടും കൂടെ ഇട്ടിട്ട് ഒരു ബേസ്ബോൾ ക്യാപ്പും കൂടെ വെച്ചിട്ട് ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ബാഗ്, അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ സാധനം കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ അറകളുണ്ട്, നല്ല സ്പേഷ്യസുമാണ്. നമുക്ക് എന്താ പറയുക, 1 ഡേ ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ സാധനങ്ങളെല്ലാം ഇതിനകത്ത് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഡൈക്കട്ട് സ്മാർട്ട് എന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പേപ്പർ വേൾഡ് ബ്രാൻഡിൽ നിന്ന് എന്തൊക്കെയാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ ഏകദേശം 2 മാസം മുമ്പേ കിട്ടിയതാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ട് ഞാൻ ആ സാധനങ്ങളൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഫൈനലി നമുക്ക് അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. പേപ്പർ വേൾഡിനെ പറ്റി പറയാനാണെങ്കിൽ ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. മീൻസ് ഇന്ത്യയിലുള്ള ബ്രാൻഡല്ല, US ഒറിജിനൽ ഉള്ളൊരു ബ്രാൻഡാണ്. എന്തായാലും നമുക്ക് പേപ്പർ വേൾഡിൽ നിന്ന് എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് നോക്കാം. ആദ്യം തന്നെ ഇത്രയും കാലം എൻ്റെ കയ്യിൽ കണ്ടിട്ടുള്ള കട്ടിംഗ് മാറ്റ് ഇല്ലേ, അതായത് കുറേ പേര് ഈ കട്ടിംഗ് മാറ്റ് എവിടെന്നാന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട്. ഇത് ഞാൻ പേപ്പർ വേൾഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. അടിപൊളി കട്ടിംഗ് മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കട്ടിംഗ് മാറ്റാണ്. ഞാൻ A3 സൈസിൽ വരുന്ന കട്ടിംഗ് മാറ്റ് അതിൽ നോക്കി വാങ്ങിച്ചതാണ്. ആൻഡ് ഒന്നും പറയാനില്ല, ഇത്രയും കാലമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാനൊക്കെ കണ്ടിട്ടുള്ളതല്ലേ. നല്ല തിക്നെസ്സുമാണ്,
മൊത്തത്തിൽ സൂപ്പറാണ്. ഇനി അടുത്തതായിട്ട് ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പഴന്തുണി തോന്നും. പക്ഷെ പഴന്തുണി അല്ല ഗൈസ്, ഇത് വേറൊരു ഐറ്റമാണ്. കണ്ടു കഴിയുമ്പോൾ ഓക്കെ ടോട്ട് ബാഗ് എന്ന് തോന്നും. പക്ഷേ ടോട്ട് ബാഗിനകത്താണ് നമ്മുടെ സീക്രട്ട് ഇരിക്കുന്നത്. ഇത് ഫീബുജോയും പേപ്പർ വേൾഡും കൂടെ കൊളാബ് ചെയ്തിട്ട് ഇറക്കിയ ഒരു ലിമിറ്റഡ് എഡിഷൻ ഒരു പ്രോഡക്റ്റാണ്. വേറൊന്നുമല്ല, ഇതൊരു നോട്ട്ബുക്കാണ്. പക്ഷെ ഇത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഏഞ്ചലിക് ഫീലാണ്. അതായത് എല്ലാം ഒരു ഗോൾഡൻ ടച്ചൊക്കെ വരുമ്പോൾ നമുക്കൊരു ഹെവൻലി ഫീലൊക്കെ തോന്നില്ലേ, അതേപോലത്തെ ഒരു ടച്ചാണ് എല്ലാ സാധനങ്ങൾക്കും ഉള്ളത്. നോട്ട്ബുക്കിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓരോ പേജിലും താഴെ ചെറിയൊരു പിങ്ക് കളർ ഹാർട്ട് ഉണ്ട്. മൊത്തത്തിൽ എന്താ പറയുക, കാണാൻ തന്നെ നല്ലൊരു രസമാണ്. പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു കിഴിയും കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കിഴിനകത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇനാമൽ പിന്നാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ ഇങ്ങനെ പേജസ് ഒക്കെ മറിഞ്ഞു വരയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെക്കില്ലേ, അതേപോലെ വെക്കാൻ പറ്റുന്ന ഒരു ഇനാമൽ പിന്നാണ്. ഇനി നെക്സ്റ്റ് വൺ, ഇത് ആർട്ടിസ്റ്റുമാരോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരില്ലേ, അതായത് എന്താ പറയുക, ട്രാവൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുമാർ, ട്രാവൽ ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുമാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയൊരു പൗച്ചാണ്. കാരണം ഇതിനകത്ത് ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്രിക, മാർക്കർ, അത് ഇതെന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാൻ എപ്പോഴൊക്കെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ അപ്പോഴൊക്കെ ഞാൻ കാണിക്കാറുള്ള ഒരു സെൽഫ് കെയർ ജേർണലാണ് ഇത്. പലരും എൻ്റെ അടുത്ത് ഇത് എവിടെന്നാന്ന് ചോദിക്കാറുണ്ട്. ഇത് ഞാൻ പേപ്പർ വേൾഡിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ് ദാറ്റ് ഐ ബോട്ട് ഫ്രം പേപ്പർ വേൾഡ്. കാരണം ഇതൊരു നോർമൽ ജേർണൽ പോലെയല്ല. ഇതിനകത്ത് ഓൾറെഡി അവർ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് എന്താ പറയുക, ആൻസർ ചെയ്താൽ മതി. രാവിലത്തേക്കും രാത്രിക്കും ആയിട്ടാണ് ഉള്ളത്. രാവിലത്തെ പോർഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒന്ന് റീവിസിറ്റ് ചെയ്യണ പോലെ, നമ്മൾ എന്തൊക്കെയാണ് ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്, ഈ ഒരു ദിവസം എങ്ങനെ അടിപൊളിയാക്കാം, അങ്ങനത്തെ കാര്യങ്ങളും. രാത്രിയാകുമ്പോൾ ആ ഒരു ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു മൂഡ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്നൊരു ചെറിയൊരു പെട്ടി പൊട്ടിക്കാം. ആദ്യം തന്നെ ഒരു എംബോസിങ് ലേബൽ മേക്കറാണ്. ഇത് പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയില്ലായിരിക്കും. എനിക്ക് സംഭവം എന്താണെന്നുള്ളത് അറിയാം, പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ കുറേ മണ്ടത്തരങ്ങൾ വീഡിയോയിൽ ഉണ്ടാവും. മൊത്തത്തിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ടേപ്പ് കൊടുത്തിട്ടില്ലേ, ആ ടേപ്പ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ നമുക്ക് എന്താണോ അക്ഷരം വരേണ്ടത് ആ ഒരു അക്ഷരം വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലേബലിനകത്ത് ആ അക്ഷരങ്ങൾ തെളിഞ്ഞു വരും. അത് എന്നിട്ട് പീൽ ചെയ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. അതാണ് മൊത്തത്തിലുള്ള സംഭവം. പക്ഷേ എനിക്ക് ചെയ്തിട്ട് അത്രയ്ക്കും കിട്ടിയില്ല. വരുന്ന വീഡിയോസിൽ നമുക്കത് കറക്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അടുത്തതാ കുറേയില്ല 4 പെന്നാണ് വരുന്നത്. ആൻഡ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു പെന്നും കൂടെയാണിത്. നല്ല ബട്ടർ പോലെ ഇങ്ങനെ സ്മൂത്തായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് തന്നെ ഞാൻ കുറച്ച് റീഫില്ലേഴ്സും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ പെന്നിൻ്റെയൊക്കെ റീഫിൽസ് ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെന്നിന് പോലും ഇപ്പോൾ റീഫിൽ കിട്ടാറില്ല. എന്തായാലും അടുത്തത് ഒരു മിനി കട്ടറാണ്. ഇതിനെപ്പറ്റി അധികം പറയാനൊന്നുമില്ല. പിന്നെ ഞാൻ ഈ സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ടൈമിലായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ കുറച്ച് ക്രിസ്മസ് തീമിൽ വരുന്ന വാഷി ടേപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ക് പാഡാണ്. എൻ്റെ കയ്യിൽ കുറേ സ്റ്റാമ്പ്സ് ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് മുക്കി അടിക്കാനുള്ള ഇങ്ക് പാഡ് ഇല്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ഇങ്ക് പാഡ് വാങ്ങിച്ചതാണ്. പ്രോപ്പറായിട്ട് മുക്കി അടിക്കാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തലങ്ങും വലങ്ങും കുത്തിയൊക്കെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വരുന്ന വീഡിയോസിലൊക്കെ നമുക്കിത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതും ഇത് വെച്ച് വല്ല ജേർണലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അടുത്ത ഈ ഒരു ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം തന്നെ ആ ഒരു പെട്ടിയാണ്. ഇതിനകത്ത് ഇഷ്ടംപോലെ ഗേൾസിൻ്റെ സ്റ്റിക്കേഴ്സാണ്. അതായത് ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ കവായി ഗേൾസിൻ്റെയൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കില്ലേ, അതിനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു സംഭവമാണ്. അത് വന്നിട്ടുള്ള ആ ഒരു ടിൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് എന്ത് വെട്ടാനും കുത്താനും ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ഒരു എക്സാക്ടോ നൈഫ്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ബ്ലേഡ് 4 എക്സ്ട്രാ ആയിട്ടും കൂടെ വരുന്നുണ്ട്. ഈ ബ്ലേഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ജസ്റ്റ് അവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലേഡ് ലൂസായി കിട്ടും. തിരിച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലേഡ് ടൈറ്റായി കിട്ടും. ഒറ്റയടിക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പകുതി കാര്യങ്ങളൊക്കെ ഞാൻ വിഴുങ്ങിയാണ് പറയണത്. എന്തായാലും അടുത്ത സാധനം എന്ന് പറയുന്നത് ഒരു മിനി കട്ടിംഗ് മാറ്റാണ്. ചെറിയ ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും ഈ ഒരു സാധനം. ഈ ഒരു ട്വീസേഴ്സ് പല വീഡിയോസിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മറ്റേ റെസിൻ ക്ലോക്ക് ഉണ്ടാക്കിയ ടൈമിൽ ഇതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റെസിൻ ക്ലോക്കും ഗോൾഡ് ഫോയിലൊക്കെയാണ് അവിടെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. അടുത്തത് ഇതൊരു റോളർ സ്റ്റാമ്പ് ആട്ടോ. റോളർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ്, മന്ത്, ഇയർ ഇത് 3 ഇങ്ങനെ റോൾ ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്റ്റാമ്പ് ചെയ്ത് കാണിക്കുന്നില്ല, എല്ലാം പിന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് വാക്സീലിൻ്റെ സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ട്. കഴിഞ്ഞു ഗായ്സ്, അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുട്ടി ഹോൾ വീഡിയോ. കുട്ടിയല്ല, കുറച്ച് കനത്തിലുള്ള ഹോൾ വീഡിയോ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ പേപ്പർ വേൾഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കടിൽ ക്ലൗഡ് 10 എന്ന് പറഞ്ഞിട്ടുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും കേട്ടോ. അത് മാത്രമല്ല ഡൈക്കട്ട് സ്മാർട്ട് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഡിസ്ക്രിപ്ഷനും ചെക്ക് ചെയ്യുക.